മോളെ സുഗമോ ദേവി ഈ സിനിമയാണ് ശരിക്കും പറഞ്ഞ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലേക്ക് ലീഡ് ചെയ്തത്. കാരണം അതുവരെ ചെയ്ത എല്ലാത്തിലും എപ്പോഴും കരച്ചിൽ. മേനസാറിൻ്റെ പടത്തിലും എപ്പോഴും കരയും ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. നിറക്കൂട്ട് ഭയങ്കര ഒരു വെഞ്ചൻസുമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. കരിമ്പിരിമ്പൂനക്കരെ മുഴുവൻ ദുരിതം, അങ്ങനെ ഒരു റോളായിരുന്നു. പക്ഷെ സുഗമോദേവിയാണ് കരയുന്നതിന് വളരെ എളുപ്പമാണ് ഉർവശിക്കുന്നവരോ പറഞ്ഞു. പെട്ടെന്ന് ഏങ്ങലടിക്കാനും കരയാനൊക്കെ ഉള്ള ഒരു വൈഭവം ആ കാര്യത്തിലൊക്കെ വളരെ സൂപ്പർ പെർഫെക്ഷനാണ്. ക്യാമറ റെഡിയായി കഴിഞ്ഞ് ഇപ്പോൾ കരണ്ട സീനാണ്, ആ ഒരു സെക്കൻഡ് കൊണ്ട് ഉറവിച്ച് കരഞ്ഞു കളയും. അതെ, ഗ്ലിസറിനിട്ട് കരഞ്ഞത് കുറവാണ് ജീവിതത്തിൽ. ഞാൻ സിനിമകൾ കരയുന്നത് എനിക്ക് എന്താ പറയുക, അഭിനയിക്കുക എന്ന് പറയുന്നതല്ല, എനിക്കറിയാവുന്ന പോലെ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അഭിനയിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷെ ആ മുഹൂർത്തം തിരിച്ചറിഞ്ഞിട്ട് അഭിനയിക്കും. അപ്പോഴെന്താണോ ഞാൻ ചെയ്തത് അതായിരിക്കും എൻ്റെ അഭിനയം എന്നല്ലാതെ അത് ഇങ്ങനെ എങ്ങനെയാ ഉർവശി ഇപ്പോൾ അവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നല്ല സാമ്പാറും മീൻകറിയും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് വിളിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ സാധാരണ ഇതിൽ വിളിച്ചിട്ട് പറയാൻ പോകുന്നു, ഇവിടെ ഇതാ വലിയൊരു സീനാണ്, ആ സീനിൽ പൊട്ടി കരയേണ്ട രംഗമാണ് എന്ന് പറയുന്നു. കുറച്ച് ഗ്ലിസറിനൊക്കെ തേച്ചേക്കാം, എങ്കിൽ പോലും മുഖത്തിൻ്റെ ഭാവങ്ങൾ അതനുസരിച്ചാകണം. എങ്ങനെ ഉർവശി അതിന് മാനസികമായി തയ്യാറെടുക്കുന്നത്? എനിക്ക് അങ്ങനെ മാനസികമായിട്ട് തയ്യാറെടുക്കാൻ പറ്റൂല. പ്ലസ് ഞാൻ പറയുന്നത് സത്യമാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. എനിക്ക് കുറേ മുൻപേ തന്നെ ഇങ്ങനെ സീൻ ഇങ്ങനെ അഭിനയിക്കുക അങ്ങനെയൊക്കെ ഞാൻ ടെൻസ്ഡ് ആവും. ഇത് ശരിയാവോ അത് ശരിയാവോ എന്നൊക്കെ തോന്നുന്നു. ആ സ്പോട്ടിൽ എനിക്ക് ഒരു ടേക്കിൽ ചെയ്തത് അടുത്ത ടേക്കിൽ അതുപോലെ ചെയ്യാൻ പറഞ്ഞാലേ ഞാൻ കൺഫ്യൂസ്ഡ് ആവും. എനിക്കറിയില്ല ആ സമയത്ത്. ഞാൻ മോണിറ്റർ നോക്കൂല. ഇപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും ഒരു ടേക്ക് കഴിഞ്ഞിട്ട് പോയി മോണിറ്റർ പോയി നോക്കും കറക്റ്റാണ്. എനിക്കത് പറ്റില്ല, ഞാൻ കോൺഷ്യസ് ആവും. പിന്നെ ഒരു റീമേക്ക് ഫിലിം ചെയ്തു, തമിഴിലൊരു പടം ചെയ്ത് ഭയങ്കര ഹിറ്റായി. എന്നിട്ട് അവർ കന്നഡത്തിലെടുത്തു, ഞാനും സുഹാസിനിയൊക്കെ കന്നഡത്തിലെടുത്തു അത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു, മേഡം നിങ്ങൾ ആ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അന്ന് ഈ മോണിറ്റർ ഇല്ലാതെ ഞാൻ പറഞ്ഞൊരു 20 years മുമ്പ്. അപ്പോൾ അത് കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ തിയേറ്ററിൽ അത് ഇട്ട് കാണിച്ചു ആ സീനിൽ. അപ്പോൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ സത്യത്തിൽ എനിക്കപ്പോൾ ചൊറിഞ്ഞതാ ഇവിടെ, അതുകൊണ്ട് ചൊറിഞ്ഞു പോയതാ. ഇപ്പൊ അതേപോലെ ചൊറിഞ്ഞാലേ എനിക്ക് ചൊറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു ചുമ്മാ ഇങ്ങനെ ചൊറിയാതെ വെറുതെ എങ്ങനെ ചൊറിയാൻ പറ്റും? അപ്പൊ അവർക്ക് അങ്ങനെ തന്നെ വേണം. അത് ரொம்ப നാച്ചുറലായിരുന്നു. അല്ല, അവർ ഒരു നാച്ചുറലായിട്ട് അങ്ങനെ നമ്മൾ ഇത് മനഃപൂർവ്വം എങ്ങനെ നമ്മുടെ കൈ സ്റ്റിഫ് അല്ലാതെ വളരെ എന്തോ ഒരു ഒരു ലെങ്തി സീനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാ, രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ചു എനിക്കൂടെ ചൊറിഞ്ഞു ശരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അയാൾ പറയുന്നത് അതുപോലെ സംസാരിക്കാനാ പറയുന്നത്. വഴക്കിനൊക്കെ എക്സ്പെർട്ടാണോ ഉർവശി? ഞാനോ? അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെങ്ങനെയാണെന്നനുസരിച്ചിരിക്കും. അങ്ങനല്ല, എനിക്ക് വലിയ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കും. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പം പറയാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സിനെ എനിക്കിഷ്ടമുള്ളവർ വേറൊരാൾ ചീത്ത പറഞ്ഞാൽ ഞാൻ വഴക്കുണ്ടാവും.